വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. നമ്മുടേത് ഓണമൊരുക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിത് ഇപ്പോൾ സാറ്റർഡേ നൈറ്റാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കട്ടിങ്ങൊക്കെ ഇപ്പോൾ രാത്രി തന്നെ ചെയ്ത് വെക്കാമെന്ന് ചോദിച്ചല്ലെങ്കിൽ പിന്നെ രാവിലെ എല്ലാവരും ഓരോരോ ബിസി ആയിരിക്കും. എന്താ ഇന്നിപ്പോൾ ചിമ്മു പരിപാടിയൊക്കെ കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നാളെ അവൾക്ക് എഴുന്നേക്കാനുള്ള നേരത്തെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്നനെ കട്ട് ചെയ്തൊക്കെ ഞാനെല്ലാത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിമ്മുനാണ് അവിയലിൻ്റെ എക്സ്പേർട്ടാണ് അവൾ. അപ്പോൾ ആ ഒരു സൈസിൽ തന്നെ എല്ലാം കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ കട്ട് ചെയ്യും. എന്താ കുട്ടികളിവിടെ പൂവ് ഇറുത്തിടുന്നുണ്ട്. എന്താ അവരിവിടെ ഓരോ കളേഴ്സായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കുലും തകർത്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാണ്. കുലു നമ്മുടെ പച്ചടിക്ക് വേണ്ട വെജിറ്റബിളും അതുപോലെ തന്നെ ഞാൻ നാളേക്ക് അവിയലിന് വേണ്ട വെജിറ്റബിൾസുമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾക്ക് വന്ന ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ കല്യാണ വീട്ടിലെ തലേ ദിവസം ഉണ്ടാവില്ലേ, എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു ഫീലിങ്സിലാണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പം ഇതാ നമ്മുടെ കുരു തേങ്ങ വറക്കുവാണ് നാളേക്ക് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഹോളിൽ നിന്നാണെങ്കിൽ കുട്ടികളുടെ ബഹളം, ഭയങ്കര ബഹളമാണ്. അവർക്ക് എന്താ പറയുക, നാളെ ഓണായതുകൊണ്ട് എല്ലാ എക്സൈറ്റ്മെൻറ്റാണ്. മക്കൾ 3 പേരും. മോൾ ഇറങ്ങിപ്പോയി, അപ്പോൾ അതുകൊണ്ടാണ് അവളെ കാണാത്തത്. അപ്പോൾ ഇതാ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചടി ഇതാ നോക്കി കാണുമ്പോൾ തന്നെ അത് എടുത്ത് കഴിക്കാൻ തോന്നും, അത്രക്കും നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാ ഇപ്പം ഇവിടെ സമയം 1:30 അപ്പോൾ ഈ 1:30ക്കാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതെന്താ വെച്ചാൽ നാളേക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ഫാസ്റ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്ന് തലേന്ന് തന്നെ എല്ലാം ചെയ്ത് വെക്കാമെന്ന് വെച്ചത്. അങ്ങനെ ഇതാ അടുപ്പത്ത് 2 കുക്കർ വെച്ചിട്ടുണ്ട്. ഒന്നിൽ ഓലൻ്റെ വെജിറ്റബിൾസും ഉണ്ട്, മറ്റേതിൽ സാമ്പാറിൻ്റെ പരിപ്പുമാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പൊന്നും, കാരണം ഇവിടെ 2 മണിയാവാനായി ഏകദേശം. അപ്പം എന്താ കുട്ടികൾക്കും ഞങ്ങൾക്കും എല്ലാം വിശന്ന് പോയി. അപ്പോൾ ഓർത്തു ഒരു ബ്രെഡും പുളിച്ചിയും കഴിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ബ്രെഡും ന്യൂട്ടലും ആക്കി കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് നമ്മളെ റോഷനേച്ചിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഓംലെറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓരോ പ്ലേറ്റിൽ കഴിക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് മുട്ടലയും ബ്രെഡും കൊടുത്തു. ഇതൊക്കെ നമ്മുടെ ബേർഡ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ടൈം ലേറ്റായി നിങ്ങളെല്ലാവരും വേഗം പഴി തീർത്തു. അതവിടെ നിന്ന് സൈറം മുഴക്കുന്നുണ്ട്. ഇതാ ഇപ്പം നോക്ക് നിങ്ങൾ 2 മണിയായി കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ കഴിച്ചിനി എല്ലാവരും കിടന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ചിമ്മുവിൻ്റെ വീട്ടിലോട്ട് പോയി. നമ്മളും പിന്നെ വേഗം ഉറങ്ങേണ്ട പരിപാടിയൊക്കെ നോക്കി. പിന്നെ രാവിലെ നേരത്തെ തന്നെ അവൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. തിരിച്ച് പരിപാടി ഇതാ രാവിലെ ഉറങ്ങിയിട്ടവൾ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അവളിതാ അവിടെ സാമ്പാർ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനിവിടെ ഒരു സൈഡിൽ പായസവും റെഡിയാക്കുന്നുണ്ട്. നമ്മൾ പാലട പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം പാലട പായസം ഭയങ്കര ഇഷ്ടമാണ്. അതാ തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഇളക്കല്ലാന്നല്ലോ ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അങ്ങനെ ഇളക്കി അത് കുറുക്കി എടുക്കണമല്ലോ. അപ്പോൾ പാലട പായസമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ ബാക്കി വിശേഷങ്ങളും കൂടെ കാണാം കേട്ടോ. നമ്മളിവിടെ യൂസ് ചെയ്തത് ബ്രാഹ്മിൺസിൻ്റെ പാലട മിക്സാണ്. അതാകുമ്പോൾ പിന്നെ വലിയ പണിയില്ലല്ലോ, അതിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതിയല്ലോ പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ വേറെ ഒന്നും വറുത്തിടാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതവിടെ പെട്ടെന്ന് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാനൊക്കെ പോയി വേഗം ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പായസം തിളക്കുമ്പോഴേക്ക് അങ്ങനത്തെ സാരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷേ സാരി ഉടുക്കാൻ അറിയില്ല. നമുക്ക് സാരി കുടിപ്പിച്ചിട്ട് റോഷനേച്ചിയാണ്. റോഷനേച്ചിക്ക് ഇന്നലെ പ്രോഗ്രാം ആയതുകൊണ്ട് റോഷനേച്ചിനെ കിട്ടിയില്ല. റോഷനേച്ചി 6 മണിക്കേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാരി ഒന്ന് ഉടുപ്പിച്ചിടാൻ റോഷനേച്ചിനെ കിട്ടിയില്ല. അങ്ങനെ എങ്ങനെയോ അറിയുന്ന പോലെ അങ്ങ് ജസ്റ്റ് ഒന്ന് വലിച്ച് ചുറ്റി ഉടുത്തു, കുറച്ച് സമയത്തേക്ക് മാത്രം. പിന്നെ അതങ്ങ് ചേഞ്ച് ആക്കി കേട്ടോ. പായസമൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ, കുക്കറിൽ കുറുകി വന്നിട്ടുണ്ട്. പിന്നെ അതാ കുട്ടികളൊക്കെ അത് അവിടെ നിന്ന് ഇല തുടക്കേണ്ട പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്, ചിലതൊക്കെ അങ്ങ് കീറിപ്പോയി. അങ്ങനെ ഞാനും ചിമ്മും പിന്നെ ആ ഒരു ലാസ്റ്റ് ടൈമിലുള്ള പ്രിപ്പറേഷനിലായിരുന്നേ. പപ്പടമൊക്കെ ഉണ്ടാക്കി. പിന്നെ ചിമ്മുവിന് മറ്റേ ആ മുളകില്ലേ, കൊണ്ടാട്ട മുളക്, അത് ഭയങ്കര ഇഷ്ടമാണ്. അവൾ അതും ഉണ്ടാക്കി, ഞാൻ വേഗം പപ്പടവും ഉണ്ടാക്കി. പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഫിഷ് ഫ്രൈ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അതും നമ്മൾ ലാസ്റ്റ് ടൈം തന്നെയാണ് ഫ്രൈ ചെയ്ത് വെച്ചത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി സദ്യ കഴിക്കാൻ പോവുകയാണേ. അതാ നമ്മുടെ ചിമ്മുവിൻ്റെ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എത്ര തരം ഉണ്ടെന്ന് കാണിച്ചു തരാം. നല്ല സാമ്പാറുണ്ട്, പിന്നെ ഇതാ ക്യാബേജ് തോരനുണ്ട്, കൊണ്ടാട്ടം മുളകുണ്ട്, ചോറ്, നല്ല മട്ട റൈസാണ് അത്. പിന്നെ പുളിയിഞ്ചി, ഓലൻ, കൂട്ടുകറിക്ക് ചെറിയൊരു എന്തോ ഒരു അപാകത വന്നിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നേ.
ചിമ്മുൻ്റെ സ്പെഷ്യലായിരുന്നു ഈ കൂട്ടുകറിയും, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അവിയൽ പിന്നെ ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റ് തന്നെയായിരുന്നു അവിയൽ. പിന്നെ ശർക്കര ഉപ്പേരി, പിന്നെ നമ്മുടെ പച്ചടി, പാലട പായസം, അങ്ങനെ ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ അതും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഇലയൊക്കെ ഇട്ടു. കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയണ്ട, അവർക്ക് ഈ ഇലയിലൊക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര സർപ്രൈസ് ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു ദിവസം ഒക്കെ വരുമ്പോഴല്ലേ എല്ലാവരും ഒത്തുകൂടുന്നതും. പിന്നെ അവർ കുട്ടികളായാലും കൂടുതൽ എൻജോയ് ചെയ്യല. അല്ലാത്ത ടൈം ഫുള്ള് നമ്മൾ റൂമിൻ്റെ ഉള്ളിലും പിന്നെ സ്കൂളിൽ പോവുക വരിക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയെല്ലാം ആകുമ്പോൾ ഭയങ്കര എന്താ പറയേണ്ടത്, ഒരു ഹാപ്പിയാണ്. കുട്ടികളായാലും അതെ, നമ്മളായാലും അതെ. ഞാനിതപ്പോൾ കുട്ടികൾക്കൊക്കെ പുളിയിഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്കൊക്കെ പുളിയിഞ്ചി ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവർക്ക് അതന്നെ മതി ചോറിന്. അത് അമ്മ പിന്നെയും ഇടുന്ന മോൻ പറഞ്ഞേക്കുന്നത്. അവൻ ആദ്യം നീ ഇട്ടത് കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ ഞാനിതാ ബാക്കിയുള്ള ഇലയിലോട്ടൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സദ്യ പരിപാടി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇനി അടുത്തത് ചിമ്മു വരും. ചിമ്മു എന്താ പപ്പടം തോന്നുന്നു, പപ്പടം വിളമ്പുന്നുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരുടെ ഓണം അടിപൊളിയായിരിക്കും അല്ലേ? പിന്നെ ഇന്നലെ നമ്മൾ ലൈവിൽ വന്നിരുന്നു. ലൈവിൽ വന്നപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ഓണവിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ചിമ്മു എല്ലാവർക്കും പപ്പടമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും കോസ്റ്റ്യൂം സെയിമാണ്. പക്ഷെ ഞാൻ ഈ ടൈമിലൊക്കെ ഞാൻ സാരി ഉടുക്കാനൊരാഗ്രഹം. അപ്പോൾ സാരി ഉടുക്കാൻ അറിയില്ല, എന്നാലും കുഴപ്പമില്ല, അറിയാവുന്ന പോലെയൊക്കെ ഉടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് അതൊക്കെ കാണിക്കാം. ഇതൊക്കെയാണ് നമ്മളെടുത്ത ഫോട്ടോസ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഓണം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സോറി കേട്ടോ, കുറച്ച് ലെങ്തി ആയിപ്പോയി. എന്തൊക്കെയൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചു അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. ഇത് ഞാനിട്ട കുഞ്ഞു പൂക്കളാണ് കേട്ടോ, വളരെ പെട്ടെന്നിട്ടൊരു പൂക്കളാണ്. ബൈ.